പ്രിയപ്പെട്ട ഗ്രന്ഥശാല പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഞാൻ KP കുഞ്ഞികൃഷ്ണൻ, പ്രസിഡന്റ്, യുവജന ഗ്രന്ഥാലയം, കേരളം. ഇന്ന് മാർച്ച് 29. സഖാക്കൾ മഠത്തിൽ അപ്പു, കോയിത്താറ്റിൽ ചിരുകണ്ഠൻ, പുടോര കുഞ്ഞമ്പു നായർ, പള്ളിക്കൽ അബൂബക്കർ എന്നീ ധീരന്മാരായ വിപ്ലവകാരികളെ കഴുമരത്തിലേറ്റിയിട്ട് ഇന്നേക്ക് 83 വർഷം തികയുകയാണ്. തൂക്കുകയർ വരിഞ്ഞ് മുറുക്കി കണ്ടനാളം ഇടറുമ്പോഴും ജന്മി നാടുവാഴിത്യത്തെയും സാമ്രാജ്യത്വത്തെയും വിറപ്പിച്ചുകൊണ്ട് ഇൻകലാബ് വിളിച്ച രണധീരന്മാർ. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ ധീരോദാത്തമായ ഏടാണ് കയ്യൂർ. മർദ്ദിത ജനതയുടെ വിമോചന പോരാട്ട ചരിത്രത്തിലെ ജ്വലിക്കുന്ന പേരാണ് കയ്യൂർ. 2 വാക്കുകൾ കൂട്ടി ചേർത്തുണ്ടായതാണ് കയ്യൂർ എന്ന പേര്. കൈ കൂട്ടണം ഊർ, കയ്യൂർ. ഊർ എന്നാൽ ഗ്രാമവും, കൈ വെള്ളം എന്ന അർത്ഥത്തിലുമാണ് ഇത് ഉപയോഗിക്കുന്നത്. വെള്ളം സുലഭമായി ലഭിക്കുന്ന പ്രദേശമാണ് കയ്യൂർ. കയ്യൂരിൻ്റെ ഓരത്തു കൂടിയാണ് കാര്യങ്കോട് പുഴയൊഴുകുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദികളിൽ ഒന്നാണ് കാര്യങ്കോട് അഥവാ തേജസ്വിനി. കന്നഡ സാഹിത്യത്തിലെ പ്രമുഖ പുരോഗമന എഴുത്തുകാരനും ഇടതുപക്ഷക്കാരനുമായിരുന്ന നിരഞ്ജന കാര്യങ്കോട് പുഴയ്ക്ക് തേജസ്വിനി എന്ന പേര് നൽകി. കയ്യൂർ സമരത്തിൻ്റെ ഇതിഹാസമായ ചിരസ്മരണ എന്ന വിഖ്യാത നോവൽ എഴുതിയത് നിരഞ്ജനയായിരുന്നു. ഈ നോവൽ കയ്യൂർ സമരത്തിൻ്റെ ചരിത്രം പറയുന്നതിലൂടെ കേരളത്തെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെയും ജന്മിത്വത്തിനെതിരെയുള്ള കർഷക തൊഴിലാളി സമരത്തിൻ്റെയും പശ്ചാത്തലം വിവരിക്കുന്നതാണ്. കയ്യൂർ സമരം നടന്നത് 1941 മാർച്ച് 28-നാണ്. കർഷക സംഘം ജന്മിത്വത്തിനെതിരെ നടത്തിയ സമരമാണ് കയ്യൂർ സമരം. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമയാണ് മീനമാസത്തിലെ സൂര്യൻ. 1939 ഡിസംബർ 31-നാണ് ഇന്നത്തെ ധർമ്മടം നിയോജക മണ്ഡലത്തിലെ പാറപ്പുറം എന്ന സ്ഥലത്ത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രൂപം കൊടുത്തത്. പിറവിയെടുത്ത വർഷം തന്നെ 1940 സെപ്റ്റംബർ 15 മൊറാഴ സംഭവം നടന്നു. തുടർന്നാണ് കയ്യൂർ പോരാട്ടം. തുടർന്ന് നിരവധിയായ പോരാട്ടങ്ങളാണ് നടന്നത്. അതിൻ്റെ പരിണിത ഫലമാണ് കേരളം. ചോരയും ജീവനും കൊടുത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പോരാടിയത് കൊണ്ടാണ് സാമൂഹിക ജീവിത മുന്നേറ്റത്തിനുതകുന്ന മുൻഗണനാക്രമം ഭൂപരിഷ്കരണത്തിനും വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും എല്ലാം ലഭിച്ചത്. 1937 മുതൽ 1943 വരെയുള്ള നീണ്ട 6 വർഷക്കാലം സാമ്രാജ്യത്വ വിരുദ്ധ സമരമാണ് കയ്യൂരിൽ നടന്നത്. കയ്യൂരിലെ കർഷകരുടെ അവസ്ഥ ആ കാലത്ത് ദയനീയമായിരുന്നു. ജന്മിത്വം ഉറഞ്ഞുതുള്ളുന്ന കാലം. ജന്മിമാരുടെ എല്ലാ അവഹേളനങ്ങളും സഹിക്കേണ്ടി വന്ന കർഷകരും കർഷക തൊഴിലാളികളും കർഷകരിൽ നിന്ന് കള്ളപ്പറ, ബാശി, നുരി, മുക്കാൽ, ശിലക്കാശ്, വെച്ചുകാണൽ തുടങ്ങിയ അക്രമപ്പിരിവുകൾ സാർവത്രികമായിരുന്നു. ഹിന്ദു ജന്മിമാർക്ക് പച്ചക്കറികളും ഫലങ്ങളും, മുസ്ലിം ജന്മിമാർക്ക് കോഴിയും പുത്തൻ കലത്തിൽ പഞ്ചസാരയും നെയ്യും കുടിയാൻ നൽകണം. ഓണം, വിഷു, പെരുന്നാൾ തുടങ്ങിയ വിശേഷ ദിവസങ്ങളിലും കൂടാതെ ജന്മിയുടെ വീട്ടിൽ പ്രസവം, മരണം, കല്യാണം എന്നിവ നടക്കുമ്പോഴും ഇത്തരം വിഭവങ്ങൾ ജന്മിഗൃഹങ്ങളിൽ എത്തിക്കണം. തൻ്റെ കൃഷിസ്ഥലത്ത് നട്ട് നനച്ചുണ്ടാക്കിയ വിളവ് പറിച്ചെടുക്കുവാൻ ജന്മിയുടെ സമ്മതം വാങ്ങണം. അതിന് ജന്മിക്ക് പണവും കൊടുക്കണം. അതിൻ്റെ പേരാണ് കാങ്കാണിപ്പണം. പാട്ടത്തിൻ്റെ കാലാവധി കഴിഞ്ഞാൽ വീണ്ടും പാട്ടത്തിന് ഭൂമി ലഭിക്കണമെങ്കിൽ ജന്മിക്ക് പണം കൊടുത്ത് സന്തോഷിപ്പിക്കണം. ഇതിന് ശീലക്കാശ് എന്നാണ് പറയുക. പുനംകൃഷിക്കും മറ്റും ഉപയോഗിക്കുന്ന സ്ഥലത്തെ മരങ്ങളും മുളകളും മുറിച്ചു മാറ്റിയാൽ അതിൻ്റെ കുറ്റി എണ്ണിത്തിട്ടപ്പെടുത്തി പണം കൊടുക്കണം. അതാണ് കുറ്റിക്കാണം. അതുപോലെ വേട്ടയാടിയ കിട്ടിയ മൃഗത്തിൻ്റെ നല്ല ഭാഗങ്ങൾ, കൊറ്, കരൾ, കഴുത്ത് എന്നിവ ജന്മിമാർക്ക് കൊടുക്കണം. കാൽമുട്ട് മറച്ചുകൊണ്ട് വസ്ത്രം ധരിക്കാൻ പാടില്ല. ചെരുപ്പ്, ഷർട്ട് ഇവ ഉപയോഗിക്കാൻ പാടില്ല. തൊട്ടുകൂടായ്മ വ്യാപകമായ നിലയിൽ ഉണ്ടായിരുന്നു. കീഴാള വിഭാഗത്തിൽപ്പെട്ടവർ മേലാളരെ കാണുമ്പോൾ, അഭിസംബോധന ചെയ്യുമ്പോൾ പ്രത്യേകം വാക്കുകൾ ഉപയോഗിക്കണം. മേൽമീശ വെക്കാൻ പാടില്ല. ജന്മിയെ കണ്ടാൽ തലയിലെ മുണ്ട് കക്ഷത്തിൽ വെച്ച് കൊമ്പിട്ട് തൊഴണം. കുടിയാന്മാരുടെ വീടുകളിലെ കാണാൻ കൊള്ളാവുന്ന സ്ത്രീകൾ ജന്മിമാരുടെയും കാര്യസ്ഥന്മാരുടെയും കണ്ണിൽ പെടാതെ മാറി നടക്കണം. ഇത്തരം കർഷകർ അനുഭവിച്ച ദുരിതങ്ങളുടെ ചിത്രം കർഷക സംഘ നേതാവ് വിഷ്ണു ഭാരതിയൻ എഴുതി പ്രചരിപ്പിച്ചത് തുള്ളൽ പാട്ടിൽ കൂടിയാണ്. പുടമുറിയോ ചില പുലയോ വന്നാൽ ഉടനെ വടക്കോ തെക്കോ പാഞ്ഞ് ചക്കയടക്കം അടുക്കൻ പഴവും തെക്കൻ പൂവൻ നേന്ത്രക്കായും തേങ്ങകൾ, ചേനകൾ, ചേമ്പുകിഴങ്ങുകൾ, മഞ്ഞളും, അത്തൻ, കപ്പ, പടോലം കൊട്ട നിറച്ചും കെട്ടിക്കൊണ്ടവർ കൊട്ടാരത്തിൽ പോയി ഇടണം. ഇതായിരുന്നു ആ കാലത്തെ കർഷകരുടെ അവസ്ഥ. ഇത്തരം കാടത്തത്തിനെതിരെയാണ് കയ്യൂരും കരിവള്ളൂരും കേരളത്തിലെ മറ്റു പ്രദേശങ്ങളിലും സാമ്രാജ്യത്വ ജന്മിവിരുദ്ധ സമരങ്ങൾ അരങ്ങേറിയത്. കയ്യൂർ എന്ന കർഷക ഗ്രാമത്തെ ചുവപ്പിച്ചത് ഈ സാഹചര്യങ്ങളാണ്.
തീവണ്ടിയിലൂടെയുള്ള മഹാത്മാഗാന്ധിജിയുടെ മംഗലാപുരം സന്ദർശനം കോൺഗ്രസ് പ്രവർത്തകരിൽ വലിയ ആവേശമുണ്ടാക്കി. ഗാന്ധിജിയെ കാണുന്നതിന് വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ ജനങ്ങൾ തടിച്ചുകൂടി മുദ്രാവാക്യം വിളിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട നാഴികക്കല്ല് ഉപ്പ് സത്യാഗ്രഹമായിരുന്നു. കേളപ്പജിയുടെ നേതൃത്വത്തിൽ പുറപ്പെട്ട ഉപ്പ് സത്യാഗ്രഹ ജാഥയിൽ 32 പേരിൽ 8 പേർ കാസർഗോഡ് താലൂക്കിൽ നിന്നുള്ളവരായിരുന്നു. ഉപ്പ് നിയമം ലംഘിച്ച ശേഷം പ്രവർത്തകർ കൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിൽ ഉദയനൂരിലും പീലിക്കോടും കാഞ്ഞങ്ങാടും വന്ന് ഉപ്പ് കുറുക്കി ലേലം ചെയ്തു. ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് ജയിലെത്തിയ കോൺഗ്രസ് പ്രവർത്തകർ ജയിലിലുണ്ടായിരുന്ന ഭഗത് സിംഗിന്റെ സഹപ്രവർത്തകരുമായി സമ്പർക്കം പുലർത്തി. രാഷ്ട്രീയ വാദപ്രതിവാദം ജയിലിൽ നടന്നു. ജയിൽവാസം കഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ കോൺഗ്രസുകാരിൽ പലരും ഗാന്ധിയൻ സമര രീതിയോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചു. തുടർന്ന് അഖിലേന്ത്യാ തലത്തിൽ അഭിപ്രായ വ്യത്യാസം രൂക്ഷമായതോടെ സോഷ്യലിസ്റ്റ് ആഭിമുഖ്യത്തിലുള്ളതെല്ലാം ചേർന്ന് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് രൂപം നൽകി. EMS, പി കൃഷ്ണപിള്ള, മയ്യാരത്ത് ശങ്കരൻ, കെ ദാമോദരൻ തുടങ്ങിയവർ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളായി. കർഷക സംഘവും വിദ്യാർത്ഥി സംഘടനയും രൂപീകരിച്ചു. ഈ ഘട്ടത്തിൽ തന്നെ കെ ദാമോദരനെ പോലെയുള്ളവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെടുകയും പാർട്ടി മെമ്പർമാരായി തീരുകയും ചെയ്തിരുന്നു. റഷ്യൻ വിപ്ലവത്തിന് ശേഷം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ ഉയർന്നു വന്നു. സഖാവ് MN റോയിയുടെ ആഭിമുഖ്യത്തിൽ സോവിയറ്റ് യൂണിയനിലെ താഷ്കെൻഡിൽ 1920 തന്നെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പ് നിലവിൽ വന്നു. അന്നു മുതൽ കമ്മ്യൂണിസ്റ്റ് വേട്ടയും തുടങ്ങി. നിരവധി ഗൂഢാലോചന കേസുകൾ അതിജീവിച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നത്. പെഷവാർ, കാൺപൂർ, മീററ്റ് ഗൂഢാലോചന കേസുകൾ പാർട്ടിയെ പിഴുതെറിയുവാൻ വേണ്ടി നടത്തിയതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശാഖ കേരളത്തിൽ 1937 രൂപം കൊണ്ടു. സഖാവ് കൃഷ്ണപിള്ള, NC ശേഖർ, കെ ദാമോദരൻ, EMS എന്നിവരായിരുന്നു കേരള ഘടകത്തിലെ അംഗങ്ങൾ. ഇതിന്റെ തുടർച്ചയാണ് നേരത്തെ സൂചിപ്പിച്ച പാറപ്പുറം സമ്മേളനം. പഴയ ചിറക്കൽ താലൂക്കിലെ കൊളച്ചേരിയിൽ 1935 ജൂലൈ മാസം ആദ്യമായി കൃഷിക്കാരുടെ യോഗം ചേരുകയും VM വിഷ്ണുഭാരതിയൻ പ്രസിഡന്റും KA കേരളീയൻ സെക്രട്ടറിയുമായി കൊളച്ചേരി കർഷക സംഘം രൂപം കൊണ്ടു. തുടർന്ന് കരിവള്ളൂർ, വെള്ളൂർ, പെരളം, കൊടക്കാട് പ്രദേശങ്ങളിലും കർഷക സംഘം രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങി. 1936 നവംബർ മാസം പ്രശ്നക്കടവിൽ വെച്ച് ചിറക്കൽ താലൂക്ക് കർഷക സംഘം രൂപീകൃതമായി. കാസർഗോഡ് താലൂക്കിൽ കർഷക സംഘത്തിന് രൂപം കൊടുത്തത് കേരളീയൻ സുബ്രഹ്മണ്യ ഷണായി, AV കുഞ്ഞമ്പു, VV കുഞ്ഞമ്പു, TS തിരുമുമ്പ്, K മാധവൻ, NS നമ്പൂതിരി തുടങ്ങിയവരായിരുന്നു. 1937 കയ്യൂരിലെ മലയോരത്ത് കണ്ണന്റെ വീട്ടിൽ ചേർന്ന കർഷക സംഘം രൂപീകരണ യോഗത്തിൽ നിരവധി നേതാക്കളാണ് പങ്കെടുത്തത്. ഒളിവിലിരുന്ന് പാർട്ടി പ്രവർത്തനം നടത്തുന്ന സന്ദർഭത്തിലാണ് സുന്ദരയ്യ, കൃഷ്ണപിള്ള, നായനാർ, K മാധവൻ, തിരുമുമ്പ്, VV, AV ഇവരെല്ലാം കയ്യൂരിലെത്തിയത്. കർഷകർക്ക് രാഷ്ട്രീയ ബോധം നൽകി. ഈ ഘട്ടത്തിൽ തന്നെയാണ് AV കുഞ്ഞമ്പു കരിവള്ളൂരിൽ അഭിനവ ഭാരത യുവക് സംഘത്തിന് രൂപം കൊടുത്തത്. തികഞ്ഞ വിപ്ലവ സംഘടന. കയ്യൂരിലെ ചുവപ്പിന്റെ രാഷ്ട്രീയത്തെ ത്വരിതപ്പെടുത്തിയ പ്രധാന സംഭവമാണ് കൊടക്കാട്ട് കർഷക സമ്മേളനം. 1939 ജനുവരി 14, 15 തീയതികളിലാണ് സമ്മേളനം നടന്നത്. 1940 സെപ്റ്റംബർ 15 മൊറാഴ കേസിനെ തുടർന്നാണ് സഖാവ് EK നായനാർ കയ്യൂരിലെത്തുന്നത്. നിരവധി പാർട്ടി ക്ലാസുകൾ നായനാരുടെ നേതൃത്വത്തിൽ നടന്നു. വളണ്ടിയർ ക്യാമ്പ് സംഘടിപ്പിച്ചു. സർദാർ ചന്ദ്രോത്തായിരുന്നു വളണ്ടിയർ പരിശീലകൻ. ഇത് കൃഷിക്കാരിൽ ആത്മവിശ്വാസമുണ്ടാക്കി. തുടർന്ന് ജന്മി നാടുവാഴികളുടെ വീടുകളിലേക്ക് കർഷക മാർച്ച്, യുദ്ധവിരുദ്ധ ജാഥകൾ, പ്രസംഗങ്ങൾ, തലങ്ങും വിലങ്ങും നിരവധിയായ ജാഥകൾ സംഘടിപ്പിച്ചു. പാലാഴി വിളകൊയ്ത്ത് സമരവും കേസും, പോലീസ് മർദ്ദനം, അറസ്റ്റ്. 1941 ഫെബ്രുവരിയിലാണ് പാലാഴി വിളകൊയ്ത്ത് സമരം. തുടർന്ന് 41 മാർച്ച് 26 പോലീസ് കയ്യൂരിലെത്തുന്നു. മാർച്ച് 27 മുതൽ അറസ്റ്റ് തുടർന്നു. അറസ്റ്റിലും മർദ്ദനത്തിലും പ്രതിഷേധിച്ച് ഗംഭീരമായ ജാഥകൾ. ചൂരിക്കാടൻ കൃഷ്ണനായരുടെയും പള്ളിക്കൽ അബൂബക്കറുടെയും നേതൃത്വത്തിൽ ഒരു വലിയ ജാഥ കടന്നു പോകുമ്പോൾ മർദ്ദകവീരനായ സുബ്ബരായനെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ജനങ്ങൾ സുബ്ബരായനെ പിടിച്ച് ജാഥയിൽ നിർത്തി ചെങ്കൊടി പിടിപ്പിച്ചു. ജാഥ മുന്നോട്ടേക്ക് നീങ്ങി. രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. സുബ്ബരായൻ കൊടിയും കൊണ്ട് മുന്നോട്ടേക്ക് കുതിച്ചു. ജാഥയിൽ പങ്കെടുത്തവർ പിന്നാലെ ഓടി. ഈ സമയത്ത് പൊടോര കുഞ്ഞമ്മനായരുടെ നേതൃത്വത്തിൽ ഒരു ജാഥ എതിർദിശയിൽ നിന്നും വരുന്നുണ്ടായിരുന്നു. 2 ജാഥകളുടെയും മധ്യത്തിൽപ്പെട്ട സുബ്ബരായൻ മറ്റു വഴികളൊന്നും കാണാത്തത് കൊണ്ട് പുഴയിലേക്ക് എടുത്തു ചാടി. കുറച്ചു ദൂരം മുന്നോട്ട് നീങ്ങിയെങ്കിലും തുടർന്ന് നീന്താൻ സാധിച്ചില്ല. സുബ്ബരായൻ മുങ്ങി മരിച്ചു. പോലീസുകാരന്റെ മരണത്തോടുകൂടി കയ്യൂരും സമീപ പ്രദേശങ്ങളും പോലീസ് വലയത്തിലായി. നാട് മുഴുവൻ പോലീസ് അരിച്ചുപെറുക്കി. നാട്ടിൽ കൊള്ളയും പിടിച്ചുപറിയും വ്യാപകമായി. മാർച്ച് 30 കയ്യൂരിന്റെ ചരിത്രത്തിലെ കരിദിനമായിരുന്നു. കയ്യൂരിൽ വലിയ പോലീസ് ക്യാമ്പ് തുറന്നു. നിരവധി പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിൽ 61 പ്രതികൾ. 1-ാം പ്രതി മടത്തിലപ്പു, VV കുഞ്ഞമ്പു, EK നായനാർ, പൊടോര കുഞ്ഞമ്പു നായർ, കൊയ്ത്താറ്റ് ചിരുകടൻ, ചൂരിക്കാടൻ കൃഷ്ണൻ നായർ, പള്ളിക്കൽ അബൂബക്കർ തുടങ്ങി 61 പേർ. പോലീസ് കോടതിയിൽ ചാർജ് ഷീറ്റ് നൽകി. നിരവധി പേരെ അറസ്റ്റ് ചെയ്തു. 31 പ്രതികൾ 15 വയസ്സിനും 24 വയസ്സിനും ഇടയിലുള്ളവരായിരുന്നു. 4 പ്രതികൾ 45 വയസ്സിന് മുകളിൽ. 15 പേർ 25-നും 34-നും ഇടയിലുള്ളവർ. 1942 ഫെബ്രുവരി 2 സെഷൻസ് കോടതി വിധി പറഞ്ഞു. 38 പേരെ നിരപരാധികളാണെന്ന് കണ്ട് വിട്ടയച്ചു.
നായനാരെ പിടികിട്ടാത്തതുകൊണ്ട് പ്രതിപ്പട്ടികയിൽ നിന്നും ഒഴിവാക്കി. മടത്തിലപ്പു, പൊടോര കുഞ്ഞമ്പു നായർ, കോയിത്താറ്റ് ചിരുകൊണ്ടൻ, പള്ളിക്കൽ അബൂബക്കർ ഇവരെ മരണം വരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. ചൂരിക്കാടൻ കൃഷ്ണൻ നായർ ഇതേ കുറ്റമാണ് ചെയ്തെങ്കിലും മൈനറായതുകൊണ്ട് 5 കൊല്ലത്തേക്ക് ശിക്ഷിച്ചു. ബാക്കിയുള്ളവരെ വിവിധ കാലയളവിലേക്ക് ശിക്ഷിച്ചു. 1903 മാർച്ച് 24 ജയിൽ സൂപ്രണ്ടിന് വിധി നടപ്പാക്കാനുള്ള ഉത്തരവ് ലഭിച്ചു. മാർച്ച് 28 ഉത്തരവ് പ്രതികളെ അറിയിച്ചു. കയ്യൂരിൻ്റെ വീരപുത്രന്മാരെ കാണാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറി പി. സി. ജോഷി, പി. സുന്ദരയ്യ, പി. കൃഷ്ണപിള്ള, വി. കുഞ്ഞമ്പു എന്നിവർ ജയിലിലെത്തി. അവരോടൊപ്പം ഒരു ചിത്രകാരൻ കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ശിക്ഷിക്കപ്പെട്ടവരുടെ ചിത്രം വരച്ചത്. തൂക്കിലേറ്റുന്നതിന് ഏതാനും മണിക്കൂറുകൾ മുമ്പാണ് സഖാക്കൾ ജയിൽ സന്ദർശിച്ചത്. സഖാവ് പി. സി. ജോഷിയുടെ വാക്കുകൾക്ക് മരണത്തിന് മുമ്പിൽ നിന്നും കയ്യൂർ സഖാക്കൾ നൽകിയ മൊഴി വിപ്ലവ ചരിത്രത്തിലെ അവിസ്മരണീയമായ അധ്യായങ്ങളാണ്. ആ നിമിഷങ്ങളെ സഖാവ് ജോഷി ഇങ്ങനെയാണ് വിവരിക്കുന്നത്. അവർ 4 പേരായിരുന്നു. ആരും 25 വയസ്സ് തികഞ്ഞിട്ടില്ല. എന്നാൽ അവരെല്ലാം ഗ്രാമത്തിലെ നേതാക്കളായിരുന്നു. പാർട്ടിക്ക് വേണ്ടി ഞാൻ അവരോട് പറഞ്ഞു, പാർട്ടി മറ്റാരേക്കാളും നിങ്ങൾ 4 പേരെക്കുറിച്ചും അഭിമാനിക്കുന്നു. പാർട്ടി അംഗങ്ങളുടെ എണ്ണം കേവലം 100-ൽ ഒതുങ്ങിയപ്പോഴാണ് നിങ്ങൾ പ്രസ്ഥാനത്തിലേക്ക് വന്നത്. ഇന്ന് മെമ്പർമാരുടെ എണ്ണം 17,000 കടന്നിരിക്കുകയാണ്. നിങ്ങൾ ഉയർത്തിയ ചെങ്കൊടി ഞങ്ങൾ ഏറെ ഉയരത്തിൽ പാറിക്കും. നിങ്ങൾ തുടങ്ങിയ യുദ്ധം ഞങ്ങൾ തുടരും. അനശ്വരമായ ഒരു ലക്ഷ്യത്തിനാണ് നിങ്ങൾ മരിക്കുന്നത്. ആ ലക്ഷ്യം ജയിച്ചേ പറ്റൂ. അത് ജയിക്കും. നിങ്ങൾ മരിക്കുകയില്ല. നിങ്ങളുടെ സ്വപ്നങ്ങൾ നേരാവുകയാണ്. പ്രിയപ്പെട്ട സഖാക്കളെ, നിങ്ങളെ പാർട്ടിക്ക് നഷ്ടമാവുകയാണ്. നിങ്ങളെ കൊലമരത്തിലേക്ക് കൊണ്ടുപോകുന്നത് നോക്കി നിസ്സഹായരായി നിൽക്കാനേ ഞങ്ങൾക്ക് ഇന്നാവൂ. പക്ഷേ നിങ്ങളിൽ നിന്നും ആവേശം കൊണ്ട് ആയിരങ്ങൾ ഈ പാർട്ടിയിൽ ചേരും. അത് ആർക്കും തടയാനാവില്ല. സഖാക്കളെ, നമ്മൾ ഒടുവിൽ ജയിക്കും. നിങ്ങളെ കണ്ടത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം നിറഞ്ഞ ദിനങ്ങളായി കരുതുന്നു. നിങ്ങളെക്കാളേറെ നിങ്ങൾ സ്നേഹിച്ച പാർട്ടിയുടെ അഭിവാദ്യങ്ങൾ ഞാൻ അറിയിക്കുന്നു. ഇവിടെ നിന്നും ഞങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് പോവുകയാണ്. നിങ്ങളുടെ കുടുംബക്കാരെ കാണും. എന്തെങ്കിലും സന്ദേശം അവർക്കായി നൽകുവാനുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു, അവരെ ആശ്വസിപ്പിക്കണം. വിഷമിക്കാൻ ഒന്നുമില്ലെന്ന് പറയണം. ഒറ്റ ശ്വാസത്തിൽ അവർ പറഞ്ഞു തീർത്തു. നിങ്ങൾക്ക് പറയാനുള്ളത് പറയൂ, ഞാൻ നിർബന്ധിച്ചു. അപ്പോൾ അപ്പു പറഞ്ഞു, പാർട്ടിയുടെ ശക്തി വർദ്ധിക്കുന്നു എന്ന വാർത്തയാണ് നിങ്ങൾ തന്നത്. ഇത് ഞങ്ങൾക്ക് ദൃഢതയോടെ തൂക്കുമരത്തിലേക്ക് കയറാനുള്ള ശക്തി തരുന്നു. രാജ്യത്തിന് വേണ്ടി പൊരുതി മരിക്കാൻ വേണ്ടി പാർട്ടിയിൽ ചേർന്നവരാണ് ഞങ്ങൾ. തിരുവണ്ടം പറഞ്ഞു, ഞങ്ങൾ 4 കർഷകപുത്രന്മാർ മാത്രം. പുറത്ത് ആയിരങ്ങൾ കാത്തു നിൽക്കുന്നു. ഞങ്ങളെ തൂക്കിലേററ്റ, പക്ഷേ അവരെ നശിപ്പിക്കാൻ ആർക്കുമാവില്ല എന്ന ചിന്തയാണ് ഞങ്ങളെ നിലനിർത്തുന്നത്. ഇനി ഒന്നും ചെയ്യാനില്ലല്ലോ എന്ന ദുഃഖമാണ്. ഇനിയും ജന്മമുണ്ടായാൽ ഈ മഹത്തായ ലക്ഷ്യത്തിനു വേണ്ടി തന്നെ ഞങ്ങൾ ജീവൻ ത്യജിക്കും. അബൂബക്കർ പറഞ്ഞു, ഞങ്ങൾ രക്തസാക്ഷികളുടെ ജീവിതത്തിൽ നിന്നാണ് പ്രകാശം ഉൾക്കൊണ്ടത്. അപ്പോഴൊന്നും ഇത്തരം ആദരണീയമായ ഒരു ഒടുക്കമുണ്ടാകുമെന്ന് കരുതിയില്ല. പക്ഷേ പുറത്തു നിൽക്കുന്ന സഖാക്കളോട് പറയൂ, ഞങ്ങൾ അവർക്ക് വേണ്ടി കഴുമരത്തിലേക്ക് കയറുകയാണ് എന്ന്. എൻ്റെ അമ്മക്ക് പ്രായമായി, അവരെ ആശ്വസിപ്പിക്കണം. കുഞ്ഞമ്പു പറഞ്ഞു, ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ പഠിപ്പിച്ചത് പാർട്ടിയാണ്. എൻ്റെ ജോലി ഞാൻ നിർവഹിച്ചു എന്ന് പാർട്ടി കരുതുന്നുണ്ടെങ്കിൽ ഞാൻ ചാരിതാർത്ഥനാണ്. അവർ സഖാക്കൾക്ക് മുഷ്ടി ചുരുട്ടി ലാൽ സലാം പറഞ്ഞു. അപ്പു അല്പനേരം കൂടി എൻ്റെ കൈകളിൽ പിടിച്ച് എന്നിട്ട് ശാന്തമായി മന്ത്രിച്ചു, സഖാവേ. 29 പുലർച്ചെ 3000-ഓളം സഖാക്കൾ ജയിലിൽ ഗേറ്റിന് മുന്നിൽ തടിച്ചുകൂടി. ദേശഭക്തി ഗാനങ്ങൾ ചൊല്ലുകയും തൊണ്ടപൊട്ടുമാറുച്ചത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ് വിളിച്ചും അവർ രാത്രി പുലർത്തി. കണ്ണൂർ ജയിലിൽ അന്ന് ആരും ഉറങ്ങിയില്ല. കഴുമരത്തിലേറുമ്പോൾ ആ ധീരദേശാഭിമാനികളാകാവുന്ന അത്ര ഉച്ചത്തിൽ ഇൻകിലാബ് സിന്ദാബാദ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ് വിളിച്ച് തൂക്കുമരത്തിലേറി. കയ്യൂർ സഖാക്കളുടെ മൃതദേഹം ഭരണാധികാരികൾക്ക് തന്നെ വേണമായിരുന്നു. കയ്യൂർ രക്തസാക്ഷികളെ തൂക്കിലേറ്റിയ കണ്ണൂർ ജയിലിൽ 6 പതിറ്റാണ്ടുകൾക്ക് ശേഷം കയ്യൂർ രക്തസാക്ഷികൾക്ക് കണ്ണൂർ ജയിലിൽ ഒരു സ്മാരകം പണിത് ആഗ്രഹം സബലീകരിച്ചു. 4 രക്തസാക്ഷികളുടെ പേരുകൾ ആലേഖനം ചെയ്ത സ്മൃതി മണ്ഡപം ഒരുക്കി. 2006 ഡിസംബർ 3 അന്നത്തെ മുഖ്യമന്ത്രി പുനഃപ്രവയലാർ സമരനായകൻ VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. മഠത്തിലപ്പുവിനും ചെരുവണ്ടനും കുഞ്ഞമ്പു നായർക്കും അബൂബക്കർക്കും അവരെ തൂക്കിലേറ്റുന്നതിന് മുമ്പായി പാർട്ടി സെക്രട്ടറി പി. സി. ജോഷി കൊടുത്ത ഉറപ്പ് കേരളത്തിൽ നടപ്പിലാക്കി. ജന്മിത്വം എന്നേക്കുമായി കടപുഴക്കി എറിഞ്ഞു. കൃഷിഭൂമി കൃഷിക്കാരൻ എന്ന മുദ്രാവാക്യം സാക്ഷാത്കരിച്ചു. 1957 ഏപ്രിൽ 5 അധികാരമേറ്റ സഖാ VMS, 1967 വീണ്ടും അധികാരത്തിലെത്തിയ സഖാ VMS സർക്കാർ, തുടർന്ന് 3 പ്രാവശ്യം മുഖ്യമന്ത്രി പദത്തിലെത്തിയ സഖാവ് നായനാർ, പുനഃപ്രവയലാർ സമരസേനാനി സഖാവ് VS അച്യുതാനന്ദൻ, 2016 അധികാരത്തിലേറിയ പിണറായി വിജയൻ, വീണ്ടും 2021 തുടർ ഭരണത്തിലെത്തിയ സഖാവ് പിണറായി വിജയൻ, ഇവരെല്ലാവരും പാവപ്പെട്ടവരുടെയും ഇടത്തരക്കാരുടെയും അഭിലാഷങ്ങൾ ഒന്നൊന്നായി നടപ്പിലാക്കി. അസാധ്യമെന്ന് കരുതിയതെല്ലാം സാധ്യമാക്കി. ലൈഫ് പദ്ധതിയിലൂടെ 5 ലക്ഷം പേർക്ക് വീട് നൽകി. 10 വർഷം കൊണ്ട് 4.56 ലക്ഷം പേർക്ക് പട്ടയം നൽകി. 1190 പദ്ധതിയിൽ 90,000 കോടി രൂപയുടെ കിഫ്ബി പദ്ധതിയിൽ ഓരോ നിയോജക മണ്ഡലത്തിലും വികസന പദ്ധതികൾ നടപ്പിലാക്കി. 3 ലക്ഷം പേർക്ക് പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേന തൊഴിൽ,
ഒരു ദിവസം ശരാശരി 119 പേർക്ക് നിയമനം കൊടുത്തു. അതിദാരിദ്ര്യരായ 64,006 കുടുംബങ്ങൾക്ക് പ്രത്യേക പദ്ധതി തയ്യാറാക്കി ലോകത്തെ ആദ്യത്തെ ദാരിദ്ര്യ നിർമ്മാർജ്ജന സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റി. സാധ്യമല്ലെന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടി എഴുതിത്തള്ളിയ ദേശീയപാത, ഗെയിൽ പൈപ്പ് ലൈൻ, മലയോര ഹൈവേ, തീരദേശ ഹൈവേ, വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കി. മുണ്ടക്കയം ചൂരൽമല ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് പുനരധിവാസം നടപ്പാക്കി. ആരോഗ്യം, വിദ്യാഭ്യാസ രംഗത്ത് പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കി. 10 വർഷമായി വർഗീയ കലാപങ്ങൾ കേരളത്തിൽ ഇല്ലാതാക്കി. പവർ കട്ടില്ലാത്ത കേരളം, അഴിമതിരഹിതമായ ഭരണം നടപ്പാക്കി. മുടങ്ങാതെ റേഷൻ വിതരണം. ഓഖി, പ്രളയം, കോവിഡ് കാലത്ത് സർക്കാർ ജനങ്ങളെ ചേർത്ത് പിടിച്ചു. 62 ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 2000 രൂപ വീതം കൊടുത്തു വരുന്നു. പാഠപുസ്തകങ്ങൾ സ്കൂൾ അടക്കുന്നതിന് മുമ്പ് തന്നെ വിദ്യാർത്ഥികൾക്ക് നൽകുന്നു. ഇങ്ങനെ എത്രയെത്ര നേട്ടങ്ങൾ. ഈ പ്രാവശ്യത്തെ കയ്യൂർ സാക്ഷികളെ സ്മരിക്കുമ്പോൾ കേരളം ഒരു വലിയ പോരാട്ടത്തിന് മുന്നിലാണ്. ഇത്രയും കാലം സാധാരണക്കാർക്കൊപ്പം നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വീണ്ടും അധികാരത്തിലെത്തിക്കണം. കേരളം കൈവരിച്ച നേട്ടങ്ങൾ നിലനിർത്താൻ തുടർഭരണം വേണം. നാടിൻ്റെ പൊതുലക്ഷ്യങ്ങൾ ദിശാബോധത്തോടെ അവതരിപ്പിക്കുന്ന സഖാവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ, നുണകൾ മാത്രം ആവർത്തിക്കുന്ന പ്രതിപക്ഷ നേതാവ്. പ്രതിപക്ഷത്തിൻ്റെ നുണകൾ ഒന്നൊന്നായി പൊളിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കൂടുതൽ കരുത്താക്കാനുള്ള ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ കയ്യൂർ സാക്ഷികളായ പൊടോര കുഞ്ഞമ്പു നായർ, കൊയ്ത്താറ്റിൽ ചെരുവണ്ടൻ, മടത്തിലപ്പു, പള്ളിക്കൽ അബൂബക്കർ എന്നിവരുടെ ധീരസ്മരണ നമുക്ക് ഊർജ്ജമാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് കയ്യൂർ സാക്ഷികളുടെ ജ്വലിക്കുന്ന സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ.